ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ കാർഡ്ബോർഡ് റോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വന്നോ, നമുക്കൊരു കിഡിലും ഓർഗനൈസ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കാർഡ്ബോർഡ് റോൾസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് റാപ്പറൊക്കെ ചുറ്റി വെക്കില്ലേ, അത് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്കിതിന് കാർഡ്ബോർഡ് റോൾസ് കിട്ടും. അത് ഇതേപോലെ ഒരേ സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു വൈറ്റ് ബേസ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറ് പെയിൻറ്റിങ് അതിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ ഈ ഒരു പെയിൻറ്റിങ്ങാണ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഈ ഒരു പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അടിപൊളിയാണ്. അപ്പോൾ ചെയ്തിട്ടുണ്ട്. ആദ്യം പിങ്ക് ആയിരുന്നു, പേസ്റ്റൽ കളേഴ്സാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനധികവും നല്ലതെന്ന് പറഞ്ഞാൽ പേസ്റ്റൽ കളേഴ്സാണ്. അതിൽ ഡാർക്ക് കളേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇതുണ്ടാവില്ല കേട്ടോ. ഈ പേസ്റ്റൽ കളേഴ്സിൽ ഈ ബ്ലാക്ക് കളർ വരുമ്പോഴാണ് ആ ഒരു ഭംഗി ശരിക്കും വരിക. ആദ്യം ഞാൻ പിങ്ക് എടുത്തു, പിന്നെ വരുന്നത് യെല്ലോ ആണ് കേട്ടോ. യെല്ലോയും അടിച്ചെടുത്തു. അതിന് ശേഷം ലാവൻഡറാണ്, ലാവൻഡറാണിത്. ലാവൻഡറും ഒന്ന് അടിച്ചു കൊടുത്തു. നമ്മൾ ഈ ബേസ് വൈറ്റ് അടിക്കുമ്പോൾ ഒരു ഫിനിഷ് കിട്ടും കേട്ടോ. ഫിനിഷ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷ് കിട്ടൂല. അപ്പോൾ ഞാൻ അങ്ങനെ ക്ലൗഡ്സ് അതൊക്കെ പോലെ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഫുൾ ഇങ്ങനെ വരച്ചെടുത്തു. അതിന് ശേഷം ബ്ലാക്ക് കളറിനെ കൊണ്ടിട്ട് ഒരു ചെടി, ലൈക്ക് ഒരു ഇല ഉണ്ടല്ലോ, ഇലകളൊക്കെ പോലെ സൈഡിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ചില ഇലകൾ എൻ്റെ വലുതും ചെറുതുമായി പോയിട്ട്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രഷിൻ്റെ ടിപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ അതൊക്കെ ഞാൻ കുഴപ്പമില്ലാണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഫ്ലവേഴ്സും കൂടി അതിൽ വെച്ച് കൊടുത്തു കേട്ടോ. നിങ്ങൾക്കിത് പെന്നും പെൻസിലൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ എന്താണ് ഇട്ട് വെക്കാൻ പറ്റിയൊരു ഓർഗനൈസ് റെഡി ആയി. അപ്പോൾ ഇന്നത്തെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.